സിവിൽ സർവീസ് സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ? അതിനായി നിങ്ങൾ തയ്യാറെടുക്കുകയാണോ? എളുപ്പത്തിൽ എങ്ങനെ നിങ്ങൾക്ക് ഒരു സിവിൽ സർവൻ്റ് ആകാം? എജ്യൂപാത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സിവിൽ സർവീസ്, അതായത് ഇന്ത്യൻ ഭരണ നിർവഹണ സംവിധാനം, 766 ജില്ലകളുള്ള ഈ മഹാരാജ്യത്ത് ഓരോ ജില്ലയിലും മിനിമം 2 IAS ഉദ്യോഗസ്ഥരുടെ സേവനം ആവശ്യമാണ്. ഓരോ ജില്ലയിലും മിനിമം 2 IPS ഉദ്യോഗസ്ഥരുടെ സേവനവും ആവശ്യമാണ്. ഇത്തരത്തിൽ ഈ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ അടിസ്ഥാന ശിലകളായി പ്രവർത്തിക്കുവാൻ 25 മനോഹരമായ പ്രൊഫഷനുകൾ ഉണ്ട്. അതിലേക്കുള്ള ഒരേ ഒരു പരീക്ഷയുടെ പേരാണ് ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാമിനേഷൻ. ഈ 25 പ്രൊഫഷനുകളിലേക്കും സമർത്ഥരായ ഒരു ബിരുദ വിദ്യാർത്ഥിക്ക് നേരിട്ട് പ്രവേശിക്കാവുന്നതാണ്. 25-ൽ ഒരെണ്ണം, അതായത് IFS ഇന്ത്യൻ ഫോറസ്ട്രി സർവീസിലേക്ക് ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയുടെ 3 ഘട്ടങ്ങളിൽ ആദ്യത്തേതായ പ്രിലിമിനറി മാത്രം കടന്നാൽ മതിയാകും. 22 വയസ്സിൽ നിങ്ങൾക്ക് ഈ മഹത്തായ പ്രൊഫഷനുകൾ കൈവശപ്പെടുത്താവുന്നതാണ്. മെറിൻ ജോസഫ് IPS, ചൈത്ര തെരേസ ജോൺ IPS, സുശ്രീ IPS, അനുപമ IAS, അരുൺകുമാർ IAS, ജ്യോതിഷ് മോഹൻ IRS, അദില അബ്ദുള്ള IAS തുടങ്ങിയവർ ഉദാഹരണം മാത്രം. നിങ്ങൾ ഒരു ബിരുദ വിദ്യാർത്ഥിയാണെങ്കിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1, റീഡിംഗ് ഒരു ശീലമാക്കുക. 2, 6 മുതൽ +2 വരെയുള്ള NCERT ടെക്സ്റ്റ് ബുക്കുകൾ നന്നായി പഠിക്കുകയോ അത്തരം സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കുകയോ ചെയ്യുക. കാരണം ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാമിന് ചോദിക്കുന്ന 70% ക്വസ്റ്റ്യൻസും ഇതേ സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണ്. ഈ വീഡിയോ കാണുന്നവരിൽ 6 മുതൽ +2 വരെയുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകൾ നിർബന്ധമായും നിങ്ങളുടെ പഠനശേഷം ആർക്കും കൊടുക്കാതെ സൂക്ഷിക്കുകയും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകൾ നിർബന്ധമായും വായനകൾക്ക് വിധേയമാക്കുകയും ചെയ്യുക. രണ്ടാമതായി, നിങ്ങൾ ബിരുദം തിരഞ്ഞെടുക്കുമ്പോൾ നിർബന്ധമായും സബ്ജക്റ്റീവായ ഡിഗ്രികൾ മാത്രം തിരഞ്ഞെടുക്കുവാൻ ശ്രമിക്കുക. ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാമിനെ കുറിച്ച് പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഡിഗ്രിയുടെ അവസാന വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഡിഗ്രി പഠിച്ചു കഴിഞ്ഞവർക്കും ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാമിനേഷന് ആപ്ലിക്കേഷൻ കൊടുക്കാം എന്നതാണ്. ജനറൽ കാറ്റഗറിയിലെ ഒരു ബിരുദ വിദ്യാർത്ഥിക്ക് 32 വയസ്സ് വരെയും OBC റിസർവേഷനുള്ള വിദ്യാർത്ഥികൾക്ക് 35 വയസ്സ് വരെയും SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് 37 വയസ്സ് വരെയും ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് 42 വയസ്സ് വരെയും ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പരീക്ഷ എഴുതാവുന്നതാണ്. ജനറൽ കാറ്റഗറി വിദ്യാർത്ഥികൾക്ക് 6 തവണയും OBC റിസർവേഷൻ ഉള്ളവർക്കും ജനറൽ കാറ്റഗറിയിലെ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവർക്കും, അതായത് EWS സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും 9 തവണയും SC/ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എത്ര തവണ വേണമെങ്കിലും പരീക്ഷ എഴുതാവുന്നതാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ രണ്ടാമത്തെ വിവരം, ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം എഴുതാൻ ചില പ്രത്യേക ഡിഗ്രികൾ നല്ലതാണ് എന്നൊരു തെറ്റായ നിർദ്ദേശം ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഒരു ബിരുദം തിരഞ്ഞെടുക്കുമ്പോൾ അത് സബ്ജക്റ്റീവ് ഡിഗ്രി ആയിരിക്കണം എന്നതും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആയിരിക്കണം നിങ്ങൾ മെയിനായി എടുക്കേണ്ടതെന്നതും ഒരു അടിസ്ഥാന കാര്യമാണ്. മൂന്നാമതായി, 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന മറ്റൊരു തെറ്റായ ഉപദേശം, ഹിസ്റ്ററി, പൊളിറ്റിക്സ്, എക്കണോമിക്സ് ഉള്ള ഹ്യൂമാനിറ്റീസ് എടുക്കുന്നതാണ് ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം എഴുതാൻ അഭികാമ്യം എന്നതാണ്. ഒരിക്കലുമല്ല. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റിൽ +1 +2 എടുക്കുകയും വായന ഒരു ശീലമാക്കി കൊണ്ടു നടക്കുകയും ചെയ്യുക എന്നതാണ് യാഥാർത്ഥ്യം. നാലാമതായി, മറ്റൊരു തെറ്റായ ഉപദേശം, IAS പരീക്ഷ, IPS പരീക്ഷ എന്നൊക്കെയുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കും. ശ്രദ്ധിക്കുക, IAS പരീക്ഷ, IPS പരീക്ഷ എന്നൊരു പരീക്ഷ ഇന്ത്യയിൽ ഇല്ല. ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്നത് മാത്രമാണ് ആ പരീക്ഷയുടെ പേര്. UPSC പരീക്ഷ എന്നൊരു വാദം കൂടി നിലനിൽക്കുന്നുണ്ട്. അതും തെറ്റായ ഒരു ഉപദേശമാണ്. UPSC അഥവാ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരുപാട് എക്സാമുകൾ നടത്തുന്നുണ്ട്. UPSC നടത്തുന്ന ഒരുപാട് എക്സാമുകളിൽ ഒന്ന് മാത്രമാണ് ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാമിനേഷൻ. തെറ്റായ ഉപദേശങ്ങളുടെ വലിയ ഒരു കൂമ്പാരം തന്നെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നതിനാൽ കാര്യങ്ങൾ പഠിക്കാതെയും അപ്ഡേഷൻ ഇല്ലാതെയും നിർദ്ദേശങ്ങൾ ഏതു ഭാഗത്തു നിന്ന് വന്നാലും പരിശോധനകൾക്ക് വിധേയമാക്കുക. 3 സ്റ്റെപ്പുകളിലൂടെയാണ് ഒരു വ്യക്തി ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് എത്തുക. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാം ആണ്.
ഇത് മൾട്ടിപ്പിൾ ചോയ്സ് OMR ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. വിശാലമായ രീതിയിലുള്ള ജനറൽ നോളജ് ആണ് ഇതിനാവശ്യം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായ ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ പൊളിറ്റിക്സ്, ഇന്ത്യൻ എക്കണോമിക്സ്, സമകാലിക സംഭവങ്ങൾ. ഓർത്തിരിക്കുക, IFS ഇന്ത്യൻ ഫോറസ്ട്രി സർവീസ് എന്ന കാടിൻ്റെ സംരക്ഷണ ചുമതലയുള്ള DFO കേരളത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ എന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസർ എന്നും അറിയപ്പെടുന്ന മനോഹര പദവിയിലേക്ക് ഈ എക്സാമിൻ്റെ പ്രിലിമിനറി എക്സാം മാത്രം മതിയാകും. രണ്ടാമത്തേത് മെയിൻ പരീക്ഷയാണ്. വിശാലമായ ഡിസ്ക്രിപ്റ്റീവ് അഥവാ എഴുത്തു പരീക്ഷയാണിത്. 6 പേപ്പറുകളാണ് മെയിൻ പരീക്ഷയ്ക്കുള്ളത്. ജനറൽ ഇംഗ്ലീഷ് 300 മാർക്ക്, ജനറൽ നോളജ് 300 മാർക്ക്, കൂടാതെ 2 ഓപ്ഷണൽ സബ്ജക്റ്റുകളിൽ നിന്നുള്ള 4 പേപ്പറുകൾ 200 മാർക്ക് വീതം. കൂടാതെ അഭിമുഖ പരീക്ഷയിൽ 300 മാർക്ക്. മൊത്തം 1700-ലാണ് നിങ്ങളുടെ ഔട്ട് ഓഫ് മാർക്ക്. വിശാലമായ വായനാ അനുഭവവും അഭ്യസനത്തിന് അനുകൂലമായ മനോഭാവവും മഹത്തായ സ്വപ്നങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ആരംഭിക്കാം. നേരെ പിറകോട്ട് സഞ്ചരിച്ച് 6ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച പുസ്തകം കയ്യിലെടുക്കുക. തുടർന്ന് +2 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നന്നായി പഠിക്കുക, ട്യൂഷൻ കൊടുക്കുക, പത്രങ്ങൾ വായിച്ച് നോട്ട്സ് ഉണ്ടാക്കുക. അറിവിൻ്റെ വിശാലമായ വഴിയിലൂടെ സഞ്ചരിച്ച് ഉന്നതമായ ഇന്ത്യൻ മഹാരാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാകുക.